ഒരു ഹായ് പറഞ്ഞ എല്ലാരും കൂടെ ഒറ്റ ചാട്ടം ചാടിക്കാം. ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാബ് പാലക്കാട്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു കേട്ടോ. വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. കുട്ടിക്കരണം പറയുന്നത് കണ്ടില്ലേ? അതായത് നമ്മൾ എന്നുള്ളത് ഒരു പാർക്കിലാണ്, നല്ലൊരു ചിൽഡ്രൻസ് പാർക്കിലാണ്. അത് നമ്മുടെ സ്വന്തം കോങ്ങാട് പഞ്ചായത്തിലാട്ടോ. പാലക്കാട് ജില്ലക്കാർക്കും സമീപ ജില്ലക്കാർക്കും ഒക്കെ കാണാം കേട്ടോ. കാരണം ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. ഹില്ലാൻഡ് ചിൽഡ്രൻസ് പാർക്കിലെ ഹില്ലാൻഡ് ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ ഒരു എൻട്രി ഫീസ് മാത്രമാണ് ഹില്ലാൻഡിലേക്ക് നമ്മൾക്ക് ചിലവാകുക. അതായത് ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ടെങ്കിലും നമുക്ക് വന്ന് കണ്ടുപോകാം. കാരണം ചെറിയൊരു ചാർജല്ലേ, വെറും ഒരു 30 രൂപ അല്ലേ. 30 രൂപയ്ക്ക് ഒരു എൻട്രി ഫീസുള്ള പാർക്കുകൾ ഈ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്തോളൂ. കാരണം ഞാൻ കണ്ടിട്ടില്ല തൊട്ടടുത്തൊന്നും. അതായത് കാരണം എവിടെ പോകുമ്പോഴും നമ്മൾ വലിയ വലിയ പാർക്കുകളിൽ പോകുമ്പോൾ വലിയ വലിയ ഫീസായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ മക്കളെ കൊണ്ടൊന്നും പുറത്തോട്ട് പോകാനോ പാർക്കിലേക്ക് പോകാനൊക്കെ വളരെ പ്രയാസം ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുപോലുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന അടിപൊളി വൈബുള്ള സ്ഥലമാണ്. ഗ്ലാസ് ബ്രിഡ്ജാണ് ആ കാണുന്നത് കേട്ടോ. അതായത് കോങ്ങാട് പഞ്ചായത്തിലെ നിരവധി പ്രദേശങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്, വിൽപ്പനയൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ. എന്തായാലും ഇന്ന് നമ്മൾ ഈ പെരുന്നാളായിട്ട് നമ്മുടെ ആളുകൾ സ്കൂൾ വെക്കേഷനൊക്കെ വരികയാണ്. അപ്പോൾ പെരുന്നാളൊക്കെ അടിച്ചു പൊളിക്കാൻ വേണ്ടി കോങ്ങാട്ടിലെ പരിസരത്തുള്ളവർ, പാലക്കാട് ജില്ലയുടെ പല ഭാഗത്തുള്ളവർ ആളുകളൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. കാരണം നല്ല കടുത്ത വേനലാണ്. അപ്പോൾ ആ വേനൽ ചൂടിൽ വെള്ളത്തിൽ കളിക്കാനും ഊഞ്ഞാലാടാനും അല്ലേ, അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കല്ലേ ഒരുപാട് ഐറ്റംസ്. ഈ 30 രൂപയിൽ തന്നെ നമുക്ക് എൻട്രി ഫീസിൽ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു 10-15ഓളം നമുക്ക് 15-16ഓളം നമുക്ക് റൈഡുകളിൽ ഫ്രീ ആയിട്ട് കയറാം ഈ എൻട്രി ഫീസ് ഉപയോഗിച്ചുകൊണ്ട്. അതിന് പുറമെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ സെപ്പറേറ്റ് ചെറിയൊരു ചാർജാണുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ള വലിയ അല്ലേ വലിയൊരു ഊഞ്ഞാലുണ്ട്. അതുമാത്രമല്ല യന്ത്ര ഊഞ്ഞാൽ, ചെറിയ രീതിയിലൊരു മിനി യന്ത്ര ഊഞ്ഞാലുണ്ട്. അങ്ങനെ ഒരുപാട് ഗ്ലാസ് ബ്രിഡ്ജിൽ തന്നെ നമ്മളൊരു ഫോട്ടോ സെക്ഷൻ വന്നു കഴിഞ്ഞാലേ നിരവധി ആളുകളാണ് കല്യാണത്തിനും അല്ലെങ്കിൽ നിശ്ചയത്തിനും സേവ് ദ ഡേറ്റിനും ഒക്കെ ആളുകൾ ഫോട്ടോ സെക്ഷനൊക്കെ വേണ്ടിയിട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി വരാറുള്ളത്. കാരണം അത്രയ്ക്ക് മനോഹരമായ വൈബുള്ള അടിപൊളി ഒരു പ്രദേശമാണ് നമ്മുടെ ഹില്ലാൻഡ് പാർക്ക് നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രദേശത്താണ്. കോങ്ങാട് പഞ്ചായത്തിലെ വീണ്ടപ്പാറ എന്നൊരു സ്ഥലത്താണ്. അതായത് KPRP ഹൈസ്കൂളിൻ്റെ നിയറസ്റ്റ് ആയിട്ട് നമുക്ക് നടക്കാവുന്ന ദൂരത്തിൽ മാത്രമാണുള്ളത്. കോങ്ങാട് ടൗണിൽ നിന്ന് തന്നെ നമുക്കൊരു 3 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ദൂരത്തിലാണ് നമ്മുടെ ഹില്ലാൻഡ് പാർക്ക് ഉള്ളത്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സുലൈമാൻ ഹാജിയുടെയാണ് നമ്മുടെ ഈ ഒരു പാർക്കിൽ. അദ്ദേഹമാണ് നടന്നു വരുന്നുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ നമ്മൾ മടിച്ചോ മാറി നിൽക്കേണ്ട യാതൊരുവിധ പേടിയും വേണ്ട. നമ്മളൊക്കെ ഇവിടെ വന്ന് തലകുത്തി മറയിലുണ്ട്. കാരണം അത്രയും സേഫ്റ്റി ആയിട്ട് തന്നെയാണ് അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ എല്ലാ സാങ്കേതിക വിദ്യകളൊക്കെ അല്ലേ. അപ്പോൾ സുലൈമാൻ ഹാജി ഒരു പ്രവാസിയാണ്. ഒരു പ്രവാസിയുടെ ഒരു എന്താ പറയുക, നാട്ടിൽ നിൽക്കണം എന്ന് വിചാരിച്ചപ്പോൾ അത് നാട്ടുകാരോട് കൂടി ഇടപഴകി ജീവിക്കാൻ വേണ്ടി ഉള്ള സമയം വളരെ ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആൾ തന്നെ കണ്ടെത്തിയ ഒരു അടിപൊളി സംവിധാനമാണ് ഈ കാണുന്ന പാർക്കും അതിലെ എല്ലാ സെറ്റപ്പുകളും. അപ്പോൾ എന്തായാലും വളരെ സാധാരണക്കാർക്കും എല്ലാവർക്കും സ്കൂളുകളിൽ നിന്നൊക്കെ ട്രിപ്പുകൾ വരാറുണ്ട്. ടീച്ചേഴ്സ് കുട്ടികളെ കൊണ്ടൊക്കെ വരാറുണ്ട്. കുട്ടികൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം കൊച്ചു കുട്ടികളൊക്കെ വന്നാൽ നിരവധിയില്ല നമ്മൾ തന്നെ കൊച്ചു കുട്ടിയായി പോലെ. കാരണം നമുക്ക് ആ ചാടാനും മറിയാനും തൂങ്ങാനല്ലേ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് ഹില്ലാൻഡിലുണ്ടത്. മുതിർന്ന ആളുകൾ വന്നാലും ബോറടിക്കില്ല അല്ലേ. സച്ച് ഒരു പൂച്ചക്കുഞ്ഞിനൊക്കെ ആയിട്ടുള്ള നിൽക്കുന്നത്. എന്തായാലും ചെറിയ രീതിയിലുള്ളൊരു ക്യാൻറ്റീൻ ഉണ്ട്. നമുക്ക് ജ്യൂസും സ്നാക്സൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ രാവിലെ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇല്ലേ, കുട്ടികൾ അവിടെ നിന്ന് കയറി പോരില്ല എന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്ക് അവർ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമുക്കൊരു കുടുംബ സംഗമമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സ്പേസ് കൂടെ ഉണ്ട് കേട്ടോ. എത്ര പേര് വന്നാലും ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും, ഇനി ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കണമെങ്കിൽ അതിനുള്ള വലിയ അടുപ്പും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ മുകളിൽ മാത്രമല്ല താഴത്തെ ഫ്ലോറിലുണ്ട്. അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടികളൊക്കെ ഒരുപാട് ആളുകൾ നടത്താറുണ്ട്. അതിനുള്ള സെറ്റപ്പ് ഉണ്ടല്ലേ ഭക്ഷണം കഴിക്കാൻ. കുടുംബസംഗമം അതുപോലെ തന്നെ മറ്റുള്ള പ്രോഗ്രാമുകൾ ഒന്നിച്ച് നിങ്ങളില്ലേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരിക. ഈ അടുത്ത് നമ്മളവിടെ ഒരു മീറ്റപ്പ് ഗെറ്റ് ടുഗദർ വെച്ചിരുന്നില്ലേ, നമ്മുടെ 10-20 വർഷം മുമ്പുള്ള 10ാം ക്ലാസ്സിലെ അല്ലേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂട്ടുകാരായിട്ട് നമ്മളൊരു ഗെറ്റ് ടുഗദർ. അതിനും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്താവുന്നതാണ് കേട്ടോ. അതിന് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് വരിക. അല്ലാതെ ഒത്തിരി പേര് ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്ത് തന്നാൽ കുറച്ചുകൂടെ സൗകര്യമായിരിക്കും. സ്കൂളുകളിൽ നിന്നൊക്കെ അങ്ങനെയാണ് വിളിച്ച് പറഞ്ഞിട്ടാണ് വരാറ്. അപ്പോൾ ഒന്നിച്ച് ഒത്തിരി പേര് വരുമ്പോൾ നമുക്ക് കുറേ അധികം റൈഡുകളിലൊക്കെ കയറാനും അതിൻ്റെ ഫീസ് നിരക്കുകൾ അല്ലേ
ഒന്നിച്ച് വരുമ്പോൾ എങ്ങനെയാണ് ഫീസ് ആളെണ്ണത്തിന്, അതെല്ലാം വളരെ ക്ലിയറായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ആകാശത്തുകൂടെ നടക്കുന്ന പോലെ നമുക്കില്ലേ കുട്ടികൾ നടക്കുമ്പോൾ ഓടിപ്പാറി നടക്കുകയാണ് ബട്ടർഫ്ലൈ പോലെ കൊച്ചു കുട്ടികളും വലിയ കുട്ടികളൊക്കെ. വലിയവരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല ഗണ്ണെടുത്തിട്ട് നല്ല നല്ല ഗൺ പോയിന്റിലൊക്കെ ഓരോരുത്തർ ഷൂട്ട് ചെയ്ത് പഠിക്കുന്നുണ്ട്. അതിന് പെൺകുട്ടികളൊക്കെ അത് അടിയാണല്ലേ. എന്താണ് വളരെയധികം രസകരമായ കാഴ്ചകൾ തന്നെയാണ്. ഞാനും ഒന്നിടത്ത് ഉന്നം നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് സിനിമയിലൊക്കെ കാണുമ്പോഴേ തോക്കെടുക്കുക അല്ലെങ്കിൽ ഗണ്ണൊക്കെ എടുക്കുക, ഗൺ പോയിന്റിൽ നിർത്തുന്നതൊക്കെ നമ്മൾ സിനിമയിലെ ഡയലോഗൊക്കെ നായകന്മാർ ചെയ്യുമ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ ആഗ്രഹം വരും ഇപ്പം. അപ്പോൾ അതേ രീതിയിൽ വളരെയധികം രസകരമായ കാഴ്ചകളാണ്. പല ആളുകളും പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് മൂന്നാമത്തെ പ്രാവശ്യമാണെന്നൊക്കെ പറയാറുണ്ട്. കാരണം ശനി ഞായറൊക്കെ ടൈം പാസിനൊക്കെ കുട്ടികളെ കൂട്ടി ഇവിടെ വന്നിരിക്കാറുണ്ട് ആളുകൾ. കാരണം ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയൊരു ചാർജാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആര് വന്നാലും നിങ്ങൾക്ക് മുതിർന്നവരാണെങ്കിലും കൊച്ചു കുട്ടികളാണെങ്കിൽ ആർക്കും ബോറടിക്കില്ല. വളരെയധികം രാവിലെ നമ്മൾ കൊണ്ട് പിള്ളേരെ അവിടെ വിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരമായിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വിളിച്ച് വരുന്നില്ല. പിന്നെ അവിടെ നിന്നുള്ള സ്നാക്സും ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പിള്ളേർ. പിന്നെ എന്താ പറയുക, നമ്മളും കുട്ടിയായി പോകുമെന്ന് പറഞ്ഞില്ലല്ലേ. എത്ര കുട്ടിക്കരണം പറഞ്ഞാൽ ചെറുപ്പത്തിൽ അതൊക്കെ ഇപ്പോഴും നമുക്ക് വീണ്ടും ചെയ്യാൻ തോന്നുകയാണ്. വലിയൊരു കൊടകരം വെച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. പിന്നെന്തായാലും അപ്പോൾ കോങ്ങാട് ടൗൺ നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അല്ലേ. കോങ്ങാട് ടൗണിൽ നിന്ന് നമ്മൾ ചെറുപ്പശ്ശേരിയിൽ പോകുന്ന വഴിക്ക് നമ്മൾ KPRP ഹൈസ്കൂൾ റോഡ് സൈഡ് തന്നെ നമുക്ക് അങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. KPRPയുടെ ഫ്രണ്ടിലൂടെയാണ് നമ്മൾ വരേണ്ടത്. വീണ്ടപ്പാറ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഇടയ്ക്കൊന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തിയാലല്ലേ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വഴി തെറ്റാതെ വരാൻ പറ്റും. മോർ ഡീറ്റെയിൽസ് ഒക്കെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ വഴി ചോദിക്കാനോ അതല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സ് പിന്നെ ഹോളിഡേയ്സിലൊക്കെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, വർക്കിംഗ് ടൈം വ്യത്യാസമുണ്ടോ, അങ്ങനെ ഈ ഒരു പാർക്കിനെ കുറിച്ചുള്ള മോർ എന്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് നമ്മളതിൻ്റെ ഈ ഒരു ഓണർ അല്ലേ. നമ്മൾ നേരത്തെ കാണിച്ച സുലൈമാൻ ഹാജി തന്നെയാണ്, കോങ്ങാട് സ്വദേശി തന്നെയാണ്. അപ്പോൾ പ്രവാസിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രവാസികൾക്കൊക്കെ നാട്ടിലൊക്കെ നിർത്തി വരുമ്പോൾ ഇതുപോലെ കൊച്ചു സംരംഭങ്ങളൊക്കെ തുടങ്ങാം. അതിനൊക്കെ തുടങ്ങിയാൽ വിജയിക്കുമോ അല്ലെങ്കിൽ തുടങ്ങിയാൽ ആളുകൾ വരുമോ എന്നൊക്കെ പല ആളുകളും ആശങ്ക പങ്കുവെക്കാറുണ്ട്. അപ്പോൾ തുടങ്ങിയാലല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. വളരെ ആത്മാർത്ഥതയോട് കൂടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മൾ അതിൽ ഇറങ്ങി പ്രവർത്തിച്ച് അവിടെ ഫുൾ ടൈം നമ്മൾ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സക്സസ് നമ്മുടെ കൂടെ വരും. വിജയം വരണമെങ്കിൽ നമ്മൾ മത്സരത്തിൽ പങ്കെടുത്താലല്ലേ ജയിക്കോ തോൽക്കുമെന്ന് അറിയാം. അതേപോലെയാണ് ഒരുപാട് പരിമിതികൾ നിന്നുകൊണ്ട് എന്താ പറയുക A to Z ഈ ഒരു പാർക്കിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു നിയന്ത്രണത്തിൽ തന്നെയാണ് നിർമ്മാണം അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള പ്രവാസികളിലെ നാട്ടിൽ കൂടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നാട്ടിൽ നിൽക്കാൻ കഴിയുന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതവും. എന്തായാലും വെള്ളത്തിലൊക്കെ ആടി കളിച്ച് തിമിർക്കുകയാണ് പിള്ളേരല്ലേ. കൊച്ചു പിള്ളേർക്ക് നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകണം നീന്തൽ പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള കൊച്ചു കുട്ടികൾക്കൊക്കെ തുടക്കക്കാർക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട്. എത്ര കുഞ്ഞു മക്കൾക്കും ചവിട്ടാനും തുഴയാനൊക്കെ പറ്റിയ കുഞ്ഞു ബോട്ടാണല്ലേ, പ്ലേ ബോട്ടുകളാണ് ആ വെള്ളത്തിലൂടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാഴ്ചയാണ്, എന്ത് രസമാണ് കാണാൻ. അപ്പോൾ ഒരുപാട് ഫാമിലികളാണ് ഈ ഒരു പെരുന്നാളിനോടനുബന്ധിച്ച് ഹില്ലാൻഡ് പാർക്കിൽ വന്നത്. അപ്പോൾ പെരുന്നാളിനെ മാത്രമല്ല ഏതൊരു ദിവസവും നമുക്ക് കുട്ടികളെ കൊണ്ട് വന്നാൽ വൈകുന്നേരം വരികയാണെങ്കിൽ ഒരു 4 മണിക്കോ അല്ലെങ്കിൽ 3 മണിക്കൊക്കെ വരികയാണെങ്കിൽ നമ്മൾ മുടക്കിയ കാശ് മുതലായിട്ട് തന്നെയാണ് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് എല്ലാവരും തിരിച്ചു പോകുന്നത്. കാരണം കുട്ടികളുടെ മുഖത്തുള്ള സന്തോഷം തന്നെയാണല്ലേ. നമുക്ക് ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളൊന്നും കൊടുത്ത് പുറത്തോ അല്ലെങ്കിൽ പുറത്തുള്ള സ്ഥലങ്ങളിലേക്കൊന്ന് ചുറ്റി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തീർച്ചയായിട്ടും സന്തോഷം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. ഒരു ചെറിയൊരു ടിക്കറ്റ് എടുത്തിട്ട് ഈ ഒരു കുറഞ്ഞ സ്ഥലത്ത് ഇത്രയും മക്കൾ ഹാപ്പിനെസ് കണ്ടെത്തുകയാണെങ്കിൽ അല്ലേ, അവർ രക്ഷിതാക്കളൊക്കെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ സ്റ്റോറി ഇടാനും അതിനൊക്കെ ആളുകൾ അവരങ്ങനെയാണ് അവരുടെ സന്തോഷം പങ്കുവയ്ക്കുന്നത്, വലിയ ആളുകളല്ലേ. പിന്നെ ഊഞ്ഞാലാടുന്നവരുണ്ട് കേട്ടോ, ഗ്ലാസ് ബീച്ചിൽ നിൽക്കുന്നവരുണ്ട്, ഊഞ്ഞാലാടുന്നവരുണ്ട്, വലിയവർക്കും പറ്റിയ ഗെയിമുകളൊക്കെ ഉണ്ടല്ലേ. ആ വലിയ ഊഞ്ഞാലൊക്കെ ആളാൻ വേണ്ടി എന്ത് രസമായിരുന്നു. 2-3 പേരൊക്കെ ചേർന്നിരുന്ന് ഒറ്റ ആടലാണ്. എത്ര ഉയരത്തിൽ പോകുന്നു അത്രയും നമ്മുടെ ഹൃദയം ഇങ്ങനെ കനം കുറഞ്ഞ് പറന്ന് പോകുന്ന പോലെ തോന്നിപ്പോകും നമുക്ക്. എന്തായാലും ഈ ഒരു മനോഹരമായ ഹില്ലാൻഡിലെ കാഴ്ചകൾ കാണാനും കാണിക്കാനും പറ്റിയതിൽ ഞാനും വളരെ ഹാപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നേരിട്ട് വരിക, കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് നേരിട്ട് വരിക, എൻജോയ് ചെയ്യുക. വീക്കിലി വൺസ് എങ്കിലും നമുക്ക് അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ സ്ഥലത്ത് കുട്ടികളായിട്ട് പോകാൻ കഴിയട്ടെ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിൽ ബൈ.